ഹായ് കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് നമ്മുടെ ശരണ്യ ഒരു പരീക്ഷണമായിട്ടാണ് വന്നത്. ഇതൊക്കെ തന്നെ ഉള്ളു പരിപാടി. എന്നാലും കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരിൽ ഒരാള് പറഞ്ഞായിരുന്നു കപ്പങ്ങ ഹൽവ ഉണ്ടാക്കാവോ, പക്ഷെ കപ്പങ്ങ കിട്ടാനില്ല. കപ്പങ്ങ നമ്മുടെ ഇവിടെ ഉള്ളത് പച്ചയാണ്. അതൊന്നും ആകുമ്പോ നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ന് ശരണ്യ ഇവിടെ ഏത്തപ്പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉടനെ അത് അലുവയിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് വെള്ള എള്ള് വേണമായിരുന്നു. വെള്ള എള്ളിന് വേണ്ടി എന്നെ ഇനി നടത്താൻ സ്ഥലം എങ്ങുമില്ല. ഞാൻ നടന്ന് അത് മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ന് എന്നാലുവേണ് ഏത്തപ്പഴ അലുവ. അപ്പൊ നമുക്ക് ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല. ഏത്തപ്പഴ വീഡിയോയിലേക്ക് പോയേക്കാം. ഏത്തപ്പഴ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ നമുക്ക് പോയേക്കാം കൂട്ടുകാരെ. അപ്പൊ എല്ലാരും പോലെ നമുക്ക് ഒന്നിച്ച് അടുക്കളോട്ട് പോയേക്കാം. ശരണ്യ, ആഹാ, ഏത്തപ്പഴം തിന്നാൻ പോയാണോ? തിന്നാൻ പോവാല്ലേ, നമ്മൾ അരച്ചെടുക്കാൻ മറന്നുപോയോ? ആ, നേരാണല്ലേ, ഏത്തപ്പഴം ഇട്ടാണല്ലോ അലുവ ഉണ്ടാക്കാൻ പോകുന്നത്. ഓഹോ, ഇനി ഏത്തപ്പഴം കൊണ്ടൊന്നും പരീക്ഷയൊന്നും ഇല്ല. ഏതാ ഇതും കൊണ്ട് നിർത്തുക. അതെന്താണ്? ഏത്തപ്പഴത്തിനെല്ലാം വില കൂടിയെന്നേ. ഏത്തപ്പഴത്തിന് വില കൂടിയെങ്കിൽ നമുക്ക് ഏത്തപ്പഴം വിട്ട് ഇനി അടുത്ത പരീക്ഷണത്തിലോട്ട് പോയേക്കാം അല്ലേ? ഇനി നമുക്ക് കപ്പങ്ങായ പിടിക്കാം. കപ്പങ്ങ കൊണ്ട്. ഓ, അതാകുമ്പോ അധികം ചെലവില്ലല്ലോ, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞില്ലേ ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് എല്ലാത്തൊന്ന് അടിച്ചെടുക്കണം. ഷാർജയൊക്കെ അടിക്കത്തില്ലേ, ആ രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അതിനു വേണ്ടി പോവാ. അപ്പൊ ഒരു കഷ്ണം ഇങ്ങോട്ട് തരാവോ? എന്നാ ശരണി ഇതൊന്ന് അരച്ചണ്ട് പോവാ. ഞാൻ ആ നേരത്തെ ഏത്തപ്പഴം തിന്നട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഇച്ചിരി പശുവും പാലും കൂടി ഞാൻ ചേർക്കുക. പശുവും പാലാണോ? പശുപാല്. അപ്പൊ എനിക്ക് ചേർത്ത് നോക്കാം. അത് നമുക്കൊന്ന് ഇവനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അച്ഛൻ എന്തേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛൻ മുടിയൊക്കെ വെട്ടാൻ പോയിരിക്കേ. കുളിച്ചിട്ടെല്ലാം വരട്ടെ. അത് അരച്ചെടുത്ത് ഇനി എന്താണ് പരിപാടി? അരച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ശർക്കര പാനിയൊക്കെ എടുക്കണം. നമുക്ക് അതിന് അമ്മയോട് പറയാനാ. അല്ലേ, ശർക്കര ഇവിടെ പാനിയാക്കാനായിട്ട് വെച്ചിട്ട് നമ്മുടെ അമ്മ എന്തിയേ? അമ്മ വിളിക്കണം. ഒന്ന് വിളിച്ചേ വന്നു. അതെ, അപ്പുറത്തുണ്ട്. അമ്മ വരുന്നുണ്ട്. അമ്മ ആദ്യം തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ. ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ എന്നാണെന്നാ, ഏത്തപ്പഴം കൊണ്ട് അലുവ. ഓഹോ, അലുവ എന്ന് പറഞ്ഞപ്പോ അമ്മയുടെ മുഖത്ത് തന്നെ അതിന്റെ സന്തോഷം. എന്റെ പൊന്നോ, മധുരത്തിന്റെ ആളാണ്. അപ്പൊ പിന്നെ പറയാനുണ്ട ആ കാര്യം. അപ്പൊ ഇതൊന്ന് ശർക്കര പാനിയാക്കി കൊടുക്ക് ശരണ്യക്ക്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അമ്മ അതെ ശർക്കര പാനിയാക്കാൻ തുടങ്ങി. ശർക്കര പാനിയാക്കണേ. നമ്മുടെ അച്ഛൻ വന്ന് കണ്ട അലുവ ഉണ്ടാക്കാനേ ശർക്കര വെറും അലുവല്ലേ, ഏത്തപ്പഴം കൊണ്ട് അലുവ. ഏത്തപ്പഴം. പിന്നെ അച്ഛാ, നമ്മുടെ ഈ പുതിയ ഈ വീഡിയോയിലേക്ക് വരുമ്പോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം ഒരു ഹായ് കൊടുക്കുക. അതെ അതെ, അപേക്ഷിക്കുമ്പോൾ അത് എന്നെ ഓർമ്മിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷം. എല്ലാ മക്കൾക്കും കൂട്ടുകാർക്കും എൻ്റെ ഹായ്. പിന്നെ കണ്ട പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മ. അതെ, മറിയരുത് കേട്ടോ അമ്മ. ഇപ്പൊ ഒന്നും പറഞ്ഞല്ല ശരണ്യ. മറഞ്ഞു നിക്കായിരുന്നു. അച്ഛൻ എപ്പ ചോദിക്കുമെന്നറിയാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നു. ആഹാ, നല്ല അടിപൊളി ഉടുപ്പാണ്.
ഈ ഉടുപ്പ് നമ്മൾ അന്ന് പഴനിക്ക് പോയപ്പോ മേടിച്ച നല്ല ഉടുപ്പാണല്ലേ എനിക്കിഷ്ടാണ് ഈ ഉടുപ്പ്. നല്ല ഭംഗി നല്ല ഉടുപ്പാണ്. പക്ഷെ ശരണ്യക്ക് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ. ഇത് നോക്കിയോ, ഇത് പിന്നെ യൂട്യൂബിലിടുന്നത് കമന്റ് അതെ, നല്ല ഉടുപ്പാ, സൂപ്പർ ഉടുപ്പാണ്. ആണ് ശരണ്യ. നല്ലതാണ് തന്നെ. പിന്നെ ഇനി ഇത് പാനിയാക്കി കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? ശർക്കര ഇളക്കാൻ വേണ്ടി ഇളക്കണ്ട ഞങ്ങളുടെ എന്റെ തലവട്ടം കണ്ട പിന്നെ പറയാനില്ല. പിടിക്കുന്നു അലുവ ഇളക്കല്. ഞാൻ എനിക്ക് വിസമ്മനെ പോകണം. എനിക്ക് അല്ല, എനിക്ക് വിസമ്മനെ പോകാൻ കേട്ടോ. അലുവ ഇളക്കല്. ശരണ്യ, അവിടെ നിന്ന് ഇച്ചിരി മാറുന്നില്ലേ? ഇളക്കുമ്പോ എങ്ങാനും ഇച്ചിരി മുമ്പ് ഒന്ന് തെന്നിയതാണ്, അപ്പൊ മാറുന്നില്ലേ? കാരണം ശരണ്യയുടെ മുഖത്തെ വീഴുള്ളൂ അത് തെന്നുമ്പോ. ആരോ വാദിക്ക വന്നിട്ടുണ്ട്, ഒന്ന് നോക്കാം. ആ, അമ്മരെ അമ്മയമ്മകളുടെ പാചകം ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ആണോ? ഞാൻ ശരണ്യയുടെ ആദ്യം പറഞ്ഞു, ഇളക്കുമ്പോ അവിടെ പോയി പറ്റ നിക്കല്ലേ, ശർക്കര പാനിയാണെന്ന്. ആ, പാത്രം വെച്ചു. പോയി നിർത്തണ്ടേ? അതിനെ അരിക്കണ്ടേ? ആയില്ല, ഒന്നും ആയിട്ടില്ല. ആ, ഈ പാത്രത്തിലാണ് ഇണക്കുന്നത്. ആ, ഇനി നെയ്യ് ഒഴിക്കണം. ആഹാ. ആ, വെളിച്ചെണ്ണയിലാണോ നെയ്യ്? നമ്മുടെ ശരണ്യത നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി എന്നാണ് ഇതില് ചേർക്കാൻ പോണത്? നമ്മൾ അരച്ചു വെച്ച ആ, അപ്പൊ അങ്ങനെ ഈ നെയ്യ് ഇനി ഒന്ന് ചൂടായി വന്നെ അല്ലേ? നമ്മുടെ അച്ഛനും ഒക്കെ നിപ്പുണ്ട് കേട്ടാ. അതേ കണ്ട അച്ഛന്റെ വാദിക്ക് ആരാണ് അച്ഛാ വന്ന? കൂട്ടുകാരൻ പോയാ ആണല്ലേ? താക്കോല് കൊടുക്കാൻ വേണ്ടി വന്നു. താക്കോല് കൊടുക്കാനല്ലേ? ചൂടായ ശരണ്യ തേങ്ങ ഒഴിക്കാം. ആ, തേങ്ങയല്ല പഴം. തേങ്ങയാണോ ഒഴിക്കുന്നത്? പഴം. ആ, അപ്പൊ അങ്ങനെ പഴം ഒഴിച്ചിട്ടുണ്ട്. ആഹാ, അച്ഛനെ ഒന്ന് നോക്കണം എന്താണ്. ഇതാണ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഏറ്റെടുക്കും. അച്ഛന് ശരണ്യനെ സഹായിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ അതെ ഇതൊന്ന് കുറുകിയൊക്കെ വരുന്നുണ്ടല്ലേ? അടിപൊളിയായിട്ട് ആ, കണ്ട ശരണ്യ സമ്മതിച്ചിരിക്കണം അടുത്ത ഒരു പരീക്ഷണം അല്ലേ? സൂപ്പർ. ഞാനേ നമ്മുടെ കൊരക്കം കിടന്നു. ആ, ഒന്ന് നോക്കിയാ ചുമ്മാ. അതാ ലൈറ്റ് ഇടാഞ്ഞിട്ടാണ്. നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കണ ഒരു 7 മണി അല്ലേ? അപ്പൊ ലൈറ്റ് ഇടാഞ്ഞിട്ടാണ്. പുറത്തെ ലൈറ്റ്, അവന്റെ വാതിക്ക് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ടല്ലേ? നമ്മുടെ അച്ഛൻ അന്നേരം ഓടിയെത്തി. അങ്ങനെ നമ്മുടെ അച്ഛൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏലക്കായും ഇടുന്നുണ്ട് ഇതിൽ. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ശരണ്യ, ഇതില് മറ്റേ ശർക്കര പാനി ഒഴിക്കണ്ടേ? ആ, പിഞ്ചുപ്പിടും അല്ലേ? പിഞ്ചുപ്പിട്ട് ശർക്കര പാനി അരിക്കാനുള്ള പാത്രം എടുക്കാൻ പോയി. നമ്മുടെ അച്ഛൻ്റെ ആ നേരത്ത് നല്ല ഇളക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കൂട്ടാവോ അത്രയും കൂട്ടിക്കോ. എന്നാ കൂട്ടിക്കോ? ഒഴിക്കാൻ പോയാണ്. ഒറ്റ ഒഴി അങ്ങോട്ട് ഒഴിക്കുക. അപ്പൊ അങ്ങനെ അച്ഛനും മകളും കൂടിയുള്ള ഒരു പാചകം. അമ്മ, ഈ കറിപ്പാത്രം ഒന്നും അവിടെ ഒന്ന് മാറ്റാവോ? സ്റ്റൗവിന് അതൊന്ന് മാറ്റിയെന്നാൽ നമ്മുടെ വീഡിയോയിലേ നമ്മുടെ ആ പാത്രം നന്നായിട്ട് കാണാൻ സാധിക്കും. ആണാണ്
ശരണ്യ മാറി നിന്നോളാൻ അച്ഛൻ പറഞ്ഞ കേട്ടാ. നേരാ നേരാ ശരിയാ, അത് ശരിയാ. അപ്പം അതേ കണ്ട കൂട്ടുകാരെ, അതിങ്ങനെ ഈ പരുവായി. ഇനി ആ ശർക്കരയൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരണം. ആ അതെ ശരണ്യ കണ്ടുപിടിക്കണല്ലോ. ശരണ്യ ഇന്ന് ശരണ്യ മീൻ മേടിക്കാൻ വന്നപ്പോ മീൻകാരൻ എന്നാ പറഞ്ഞു? വിളിച്ചോണ്ടാണ് വന്നതല്ലേ, ഞാൻ വിളിക്കണ പോലെ. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ ഇതൊന്ന് പറ്റി വരട്ടെ അല്ലേ. ഇപ്പൊ തന്നെ കുറുകിയിട്ടുണ്ട്. ആണോ? അങ്ങനെ ശരണ്യ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലേ. എണ്ണയിൽ നല്ലത് നെയ്യ് തന്നെ ആയിരുന്നു ശരണ്യ, അപ്പൊ ടേസ്റ്റ് കൂടും. അപ്പൊ ഒരു പണി, നെയ്യ് വേണ്ട നമുക്ക്, എണ്ണയിൽ തന്നെ. അത് നേരം, അതെ നേരാണ്. ഇത് കണ്ട ഇപ്പോളെ കുറുകി വരുന്നതേ ഉള്ളൂ, ഒന്നുകൂടി കുറുകട്ടെ. കൂട്ടുകാരെ, അങ്ങനെ അതെ ഇത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്മയാണ് ഇപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതാണ് ശരണ്യ. ആ നേരത്ത് ഇതേ കണ്ട ശരണ്യ എന്നാന്ന് കൂട്ടുകാരോട് പറഞ്ഞില്ല. ആ വാഴയില വെച്ചിട്ടുണ്ടല്ലേ ഇങ്ങനെ. അപ്പൊ ഇനി ഇതിലാണ് വെക്കുന്നതല്ലേ. വെക്കാം. അപ്പൊ അതെ അച്ഛൻ ഏറ്റെടുത്ത് വീണ്ടും. കൂട്ടുകാരെ കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണമ്മ? പിന്നെ അതെ അമ്മ അതേ പുറത്താട്ട് പോയിരിക്കുകയും നിന്നിട്ട് പിന്നെയും വന്ന്. അപ്പൊ കൂട്ടുകാരെ, ഇത് തവിയെന്ന് പറയാത്ത പരുവമായി. അപ്പൊ ഇനിയാണ് നമ്മൾ അതെ അതെ. അപ്പൊ അതെ ശരണ്യ ആ നേരത്തെ ഒരു ഇലയില് ഇതൊക്കെ ബ്രഷ് ചെയ്തിട്ടുണ്ടല്ലേ. നെയ്യ് അതിലാട്ട് ഒഴിച്ചു തരികയാണെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചാൽ മതി. ഒരു തുള്ളി മതി. ആ മതി മതി മതി. ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടട്ടെ അല്ലേ. അതെ ശരണ്യയുടെ ഇതിലും അത്ര നെയ്യ് വേണ്ട ശരണ്യ, ഒത്തിരി നെയ്യാണ് ഒഴിക്കണത്. നല്ലതല്ല നെയ്യ്, നല്ലതല്ല ശരണ്യ. അതെന്താണ് ശരണ്യ? ചൂടാക്കി വെള്ളെള്ള് അല്ലേ. ആ അപ്പൊ ഇനി അതും ഇതില് അമ്മയുടെ അഭിപ്രായം അമ്മ പറയുന്നത്. ആ അല്ല പുറമേ ഇടാവേ, പുറമേണ് അണ്ടിപ്പരിപ്പ് കൂടുതൽ ഇടണ്ടേ. അപ്പൊ അതെ അച്ഛൻ ഇത് ഇളക്കണ ഭയങ്കര പാട് പിടിച്ച പരിപാടിയാണ്. ആ അപ്പൊ അതെ അണ്ടിപ്പരിപ്പ് എടുത്ത് ഇട്ടണ്ടിരിക്കുകയാണ്. മേത്തൊന്നും വീഴല്ലേ അച്ഛാ, അച്ഛാ സൂക്ഷിക്കണം. ഇതില് വെച്ചാ വെക്കട്ടെ. ആ അപ്പൊ മാറ്റിക്കോ. വരുന്നില്ലല്ലേ, പെട്ടുപോയ അച്ഛാ. വേറൊരു തവി കൂടി എടുത്തു. കണ്ട കൂട്ടുകാർ, അടിപൊളി ക്രീം പോലെയാണ് തോന്നിക്കുന്നതല്ലേ. സൂപ്പറായിട്ട് കൂട്ടുകാർ. കാണുമ്പോ തന്നെ നമുക്ക് അതിന് ഇച്ചിരി കോരി കഴിക്കാൻ തോന്നും അല്ലേ. അമ്മേനെ കാണുന്നില്ല കേട്ടോ, അമ്മ ഇച്ചിട നീങ്ങി നിന്നാല് അമ്മേനെ വീഡിയോ അപ്പൊ ഇനി പിടിച്ച പവിയലൊക്കെ. ഇനി നമുക്കേ ഒരു പണി ചെയ്യാം. അതിനൊരു പരിപാടിയുണ്ട് പറയട്ടെ. ഇരുമേ ഇച്ചിരി നെയ്യ് തേച്ചുണ്ട്, ആ എണ്ണ തേച്ചുണ്ട്. ആ അമ്മയുടെ കയ്യിരിക്കണ ആ ബ്രഷ്, ആ അതെ കയ്യിൽ ഇരിപ്പുണ്ട് അമ്മയുടെ. ഇതുമേ തേച്ചും ആ മതി, ഇച്ചിരി മതി. ഇനി ഇതങ്ങോട്ട് കൊടു ശരണ്യ.
കണ്ട ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ ബുദ്ധി. ഞാനും എന്തോ ഞാനും ഞാനുമോ? ഞാനിത് നേരത്തെ പറയാനിരുന്നതായിരുന്നു. ആരും പറഞ്ഞില്ലല്ലോ, ഇപ്പൊ ഷിജു പറഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു വേറൊരു തവി എടുക്കാൻ പറഞ്ഞല്ലേ. ആ അപ്പൊ കണ്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നിറച്ചിനി അതിൽ മറ്റേ ഇതുകൂടി തേച്ചിട്ട് ചെയ്. ആ പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി ആ വെള്ള എള്ള് എള്ള്, അണ്ടിപ്പരിപ്പ് തൂളിക്കൊണ്ടിരിക്കുക. ഇച്ചിരി മതി കേട്ടാ, ഒത്തിരി ഭംഗിക്കിരിക്കട്ടെ. വേണ്ട, അത്ര മതി മതി മതി. ഒരു ഭംഗിക്ക് ഇരിക്കും. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്. ആ അണ്ടിപ്പരിപ്പ് ഇടുക. അച്ഛൻ ഇടാവുന്ന എന്നോട് പറഞ്ഞിട്ട് ഇപ്പൊ മത്സരമായി പോയാ. കൂട്ടുകാരെ, ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ അല്ല, ഞങ്ങളുടെ ഇന്നത്തെ ഒരു കലാപരിപാടി അല്ലേ? കാരണം ഇതിങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്കറിയാൻ മേല ചെയ്യുന്നത്. ശരണ്യയുടെ ഒരു കലാപരിപാടി. ഈ പരിപാടിയൊന്നും ഇല്ല. ഇനി ഏത്തക്കെല്ലാം വില കൂടുമെന്ന് അറിയാമല്ലോ. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ആഹാ, ഏത്തക്കായ്ക്ക് വില കൂടിയാ. അച്ഛനും ഉച്ചയ്ക്ക് പറയണ കേട്ടു. ഏത്തക്കായ്ക്കൊക്കെ വില കൂടി. അപ്പൊ ഇനി ഇതൊന്ന് പഴം ചിപ്സ് ഒന്നും ഉണ്ടായില്ല. ഇനി എന്നാണ് ശരണ്യ ചെയ്യാൻ പോണം? ഇനി വല്ലതും ചെയ്യാനുണ്ടോ ഇതില്? എന്നാണ്? നമ്മുടെ കറുത്ത മുന്തിരി ഇട്ടാലേ അച്ഛനെ. കറുത്ത മുന്തിരി വേണ്ട, കറുത്ത മുന്തിരിയൊക്കെ ഇട്ട പായസമായി പോകും. പായസല്ല, അലുവ. ആലുവായിക്ക് വേണ്ട, അല്ലെങ്കിൽ വേണ്ട, വെച്ചേക്കാം. നമുക്ക് വല്ല അടുത്ത പരീക്ഷണത്തിന് എടുക്കാം ശരണ്യയുടെ. ഇനി പരീക്ഷണം വരുമ്പോ ചേർക്കാനുള്ള സാധനങ്ങളായിരിക്കുന്നത്. ആ ഞങ്ങളിത് സെറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ ആക്കിയിട്ടുണ്ട് അല്ലേ? ശരണ്യക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇളക്കി സെറ്റ് ചെയ്തു. ബാക്കി കഴിഞ്ഞ് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം, ഇത് തണുക്കാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ചിട്ട് നോക്കാം. ആ നന്നായിട്ട് കണ്ടാ കൂട്ടുകാർ, സെറ്റ് ആയിട്ടുണ്ട്. തണുത്ത് സെറ്റായിരിക്കുകയാണ്. ശരിയാ. എല്ലാരും ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ്. ശരണ്യ അത് മറിച്ചിടും. ആ ശരണ്യ തന്നെ മറിച്ചിടുക, കട്ട് ചെയ്യുക. അമ്മയ്ക്കൊന്നും പറയാനില്ല. അതിശയിച്ചിരിക്കും. ഞാനിത് നോക്കിയിരിക്കുകയാണ്. കട്ട് ചെയ്യാൻ കളയണ്ട ശരണ്യ. അപ്പൊ എല്ലാരും പോലും നമുക്ക് ഒന്നിച്ചിരുന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ ശരി, അപ്പൊ അതൊന്ന് അതിൽ നിന്ന് അടത്തിയെടുത്ത്. ശരണ്യ അതൊക്കെ ശരണ്യൊക്കെ അറിയാൻ നീ. ആഹാ, കണ്ട പാടി പാടി. വരുന്നില്ല. അടിപൊളി, സൂപ്പർ. ആഹാ, സൂപ്പർ ആണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടിച്ച് നോക്കാം. ആ നോക്ക് കണ്ടിക്കാം. അത് മുമ്പ് ആ വാഴയിലേക്ക് മാറ്റിക്കോ. രണ്ട് പുറത്ത് ഞങ്ങള് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടു വശത്തും ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? ആഹാ, അടിപൊളി അലുവയാണ് കേട്ടോ, ബേശക അലുവ. അതെ, കറക്റ്റ് നമ്മുടെ അമ്പലിമാമന്റെ വട്ടെല്ലാം ഉണ്ട്. ആണാണ്. അപ്പൊ നമുക്ക് ഇനി കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. ബർത്ത്ഡേ ആണോ? ശരണ്യ കട്ട് ചെയ്യും. അല്ല, കട്ട് ചെയ്യും. ശരണ്യ കട്ട് ചെയ്യും. ഞാൻ കട്ട് ചെയ്തിട്ട് വരുന്നില്ല. ആ എന്നാ അച്ഛൻ കട്ടി. അതല്ല കട്ട് ചെയ്യണം, എനിക്ക് മനസ്സിലായി. അതന്നെ അണ്ടിപ്പരിപ്പ് നോക്കി എടുത്തോണ്ടിരിക്കാണ്. ആണെന്നേ. നമുക്ക് മതി, നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശരണ്യക്ക് വേണ്ടല്ലോ. എനിക്ക് ഇച്ചിരി എടുത്ത് നോക്കാം എങ്ങനെയാണെന്ന് അറിയണ്ടേ. അതെ അതെ, നമ്മളെ അടിപൊളി ആയിരിക്കും. കൂട്ടുകാർ ചെയ്യുമ്പോ നല്ലതാണോ ചീത്തയാണോ അറിയാൻ പറ്റില്ല. നല്ല സെറ്റാണ്, നല്ലതാണ്. ശരിക്കും സെറ്റായല്ലേ? നല്ല നോക്കട്ടെ കേട്ടാ. മക്കൾക്കും തരാൻ തരിയതായിട്ടല്ല, മക്കളും പോരും നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിച്ചേക്കാം. ഒരേ കഷ്ണം എല്ലാവർക്കും കഴിക്കാം. ശരണ്യ അങ്ങനെ കഴിക്കുന്നതല്ല ശർക്കരയുള്ളതൊക്കെ. എന്ത് പറ്റി? കൂട്ടുകാരെ കാണിക്കണ്ടായോ? ആ അല്ല, അവരൊക്കെ ഞാൻ കാണിച്ചില്ല, ചിലപ്പോ കൊള്ളത്തില്ലാത്തോണ്ടായിരിക്കും കാണിക്കാത്തെന്നുള്ള ചിന്ത വരത്തില്ലേ? ആ ആ അതുകൊണ്ടാണ്. അത് നല്ല സണിച്ച മാത്രം. അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ? നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് നമ്മുടെ അലുവ പോലെയുണ്ട്. അതെ, അത് കണ്ട അലുവയൊക്കെ മുറിച്ചിട്ടിരിക്കുന്ന പീസൊക്കെ കറക്റ്റ് അതാണ് അല്ലേ? അപ്പൊ
അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളുമൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര പേരിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അതുപോലെ ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.